ദൃശ്യം 3 എന്ന സിനിമ 200 കോടി ക്ലബിൽ കഴിഞ്ഞ 7 ദിവസം കൊണ്ട് എന്തായാലും നല്ല തള്ളു പോസ്റ്ററായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ദൃശ്യം സിനിമയുടെ ടീം. എന്തായാലും പടത്തിന്റെ ഒഫീഷ്യൽ ട്രാക്കിംഗ് കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് കഴിഞ്ഞ 7 ദിവസത്തെ. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ദൃശ്യം 3 നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു ലലടൻ സിനിമയാണ് ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. സിനിമയ്ക്ക് ഓവറോൾ ആയിട്ട് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ നെഗറ്റീവ് റെസ്പോൺസും കാണാൻ സാധിക്കുന്നുണ്ട്. മിക്സ്ഡ് ആയിട്ടാണ്, എന്നാലും ഭൂരിഭാഗം പോസിറ്റീവ് തന്നെയാണ്. എന്തായാലും പടത്തിന്റെ ബോക്സ് ഓഫീസ് പരിശോധിക്കാം. നമുക്ക് കേരളത്തിൽ സിനിമയ്ക്ക് കഴിഞ്ഞ 7 ദിവസമായിട്ട് 5 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 45 കോടി 21 ലക്ഷമാണ്. 6-ാം ദിവസം സിനിമയ്ക്ക് 5 കോടി 74 ലക്ഷമാണ്. 7-ാം ദിവസം ബക്രീദായിട്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 6 കോടി 4 ലക്ഷമാണ്. അങ്ങനെ ടോട്ടൽ 7 ദിവസം കൊണ്ട് സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം 57 കോടി 1 ലക്ഷമാണ്. നല്ലൊരു എക്സലന്റ് ആയ ഒരു ഹോൾഡ് തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും രണ്ടാമത്തെ ആഴ്ചയിലോട്ട് പോവുകയാണെങ്കിലും സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പരിശോധിക്കാം. നമുക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും നമ്മുടെ ദൃശ്യം 3 എന്ന സിനിമ ഓൾമോസ്റ്റ് 30 കോടിയുടെ അടുത്ത് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 4 ദിവസം കൊണ്ട് ഓപ്പണിംഗ് വീക്കിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ 25 കോടി 10 ലക്ഷമാണ്. തിങ്കളാഴ്ച 2 കോടി 10 ലക്ഷം, ചൊവ്വാഴ്ച 1 കോടി 76 ലക്ഷം, ബുധനാഴ്ച 1 കോടി 6 ലക്ഷം. അങ്ങനെ കഴിഞ്ഞ 7 ദിവസം കൊണ്ട് സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 30 കോടി 56 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു കളക്ഷൻ തന്നെയാണ് നമ്മുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും നമ്മുടെ ലാലേട്ടന്റെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം കാഴ്ചവെക്കുന്ന ബോക്സ് ഓഫീസില്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നല്ല മികച്ച കളക്ഷൻ ആയിട്ട് നമ്മുടെ ദൃശ്യം 3 എന്ന സിനിമയിൽ ലിസ്റ്റ് വന്നിരിക്കുകയാണ്, ഓൾമോസ്റ്റ് 30 കോടി ഗ്രോസ് ആയിട്ട്. എന്തായാലും നമ്മുടെ ദൃശ്യം സിനിമയ്ക്ക് BMSലും നല്ല റെക്കോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. 3 മില്യൺ ടിക്കറ്റ് ആണ് നിലവിൽ വിറ്റുപോയത് നമ്മുടെ BMSൽ മാത്രമായിട്ട്. എന്തായാലും തലപ്പത്ത് നമ്മുടെ ലോകയൊക്കെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാഴ സിനിമ നിൽക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല ഇപ്പോഴും. ഓൾമോസ്റ്റ് 5 മില്യൺ ആണ്. എന്തായാലും നിലവിലെ 7 ദിവസം കൊണ്ട് നമ്മുടെ BMSല് 3 മില്യൺ ടിക്കറ്റ് വിറ്റുപോയിട്ട് നമ്മുടെ ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്, ടോപ്പ് 5ലോട്ട്. അത് മാത്രമല്ല ഓവർസീസിലും നല്ലൊരു ഹയസ്റ്റ് ഗ്രോസിംഗിലോട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് 100 കോടിയിലോട്ട് പോവുകയാണ് ഓവർസീസ് ബോക്സ് ഓഫീസ് മാത്രമായിട്ട് സിനിമയ്ക്ക് ഇന്ത്യന്റെ വെളിയിൽ. ഓൾമോസ്റ്റ് 10 മില്യൺ ഓവർസീസ് ഗ്രോസിംഗ് ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നമ്മുടെ തലപതി വിജയ് 6 സിനിമകളാണ് 10 മില്യൺ ഓവർസീസ് ഗ്രോസിംഗ്. പിന്നെ പ്രഭാസ് ആണ് 5 സിനിമകളാണ്, രജനികാന്ത് 5 ആണ്. പിന്നെ ലാലേട്ടൻ നമ്മുടെ സൗത്ത് നിന്ന് ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിൽ നിന്ന് 3 സിനിമകളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ 3 സിനിമകൾ ഏതാണ് കൺബോക്സ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ, ഒന്ന് നമ്മുടെ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമയാണ്. ബാക്കി 2 സിനിമകൾ കൺബോക്സ് ചെയ്യപ്പെടുന്നത് ഏതാണ് ഓവർസീസിൽ 10 മില്യൺ കളക്ഷൻ നേടിയെടുത്ത സിനിമകൾ. എന്തായാലും ഫാസ്റ്റ് ഫിലിംസ് ആണ് നിലവിൽ ഓവർസീസിൽ റിലീസിന് കൊണ്ടുപോയത്. ഓൾമോസ്റ്റ് സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് 10 മില്യൺ ഗ്രോസ് കളക്ഷൻ തന്നെയാണ് നമ്മുടെ ഓവർസീസിൽ സിനിമ കാഴ്ചവെച്ചത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്, നമ്മുടെ UAE ഭാഗത്തു നിന്നൊക്കെയാണ്, ഗൾഫ് രാജ്യങ്ങൾ. പിന്നെ നോർത്ത് അമേരിക്കയിൽ നിന്ന് കൂടുതൽ കാണുന്നുണ്ട്, പിന്നെ UK, അയർലൻഡ്, പിന്നെ വളരെ കുറച്ചായിട്ട് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജർമ്മനി കാണാൻ സാധിക്കും. ടോട്ടൽ സിനിമയ്ക്ക് ഓവർസീസിന് കഴിഞ്ഞ 7 ദിവസം കൊണ്ട് 97 കോടി 55 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും തമിഴ്നാട്, തെലുങ്ക്, കന്നഡ ഒക്കെ സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡ് കാണാൻ സാധിക്കുന്നതിന് കഴിഞ്ഞ ദിവസമായിട്ട്. അപ്രോക്സ് ആയിട്ട് സിനിമയ്ക്ക് ലക്ഷങ്ങളിലാണെങ്കിൽ പോലും സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡ് കാണാൻ സാധിക്കുന്നത് തമിഴ്നാടൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ. പിന്നെ തെലുങ്ക് റൈറ്റ്സ് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഹാപ്പി ആവുന്ന രീതിയിൽ തന്നെയാണ് പടത്തിന്റെ ഷെയർ കളക്ഷനും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ദൃശ്യം 3 സിനിമയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു പോസ്റ്റർ ഞാൻ പറയുകയാണെങ്കിൽ ഈ തള്ളു പോസ്റ്റർ തന്നെയാണ്. ഇതിന്റെ സത്യാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 7 ദിവസം കൊണ്ട് സിനിമ 200 കോടി ക്ലബിൽ, ട്രാക്കേഴ്സിന്റെയും അതുപോലെ തന്നെ ഏതൊരു സോഴ്സിന്റെ അടുത്തും 200 കോടി ക്ലബിൽ സിനിമ ക്രോസ് ആക്കിയിട്ടില്ല എന്നാണ് കേൾക്കാൻ സാധിക്കുന്ന നിലവിൽ. എന്തായാലും സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് കുറച്ച് നേരത്തെ പുറത്തിറക്കിയെന്ന് ഞാൻ പറയത്തുള്ളൂ നിലവിൽ. ഓൾമോസ്റ്റ് സിനിമയ്ക്ക് ഇതുവരെയായിട്ട് 7 ദിവസം കൊണ്ട് 182 കോടി 48 ലക്ഷമാണ് അപ്രോക്സ് കളക്ഷൻ കാണാൻ സാധിക്കുന്ന സിനിമയ്ക്ക് വേൾഡ് വൈഡ്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ദൃശ്യം 3 എന്ന സിനിമയുടെ ഒഫീഷ്യലായി 200 കോടി ക്ലബിലോട്ട് എന്ന് വരുമെന്ന്. എന്തായാലും ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ ഞായറാഴ്ചയോടെ സിനിമ എന്തായാലും ഒഫീഷ്യലായിട്ട് 200 കോടിയിലോട്ട് വരുന്നതാണ് എൻട്രി. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക്. അതിന് പക്ഷേ ഇല്ലാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ ദൃശ്യം 3 സിനിമയുടെ അഭിപ്രായം നമുക്ക് ചെയ്യപ്പെടുക. കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക്.